ഹൈ ഡിയേഴ്സ്. അപ്പം നമ്മൾ ഈ പോകുന്നത് ഒറ്റ മൈൻഡിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകാമെന്നൊക്കെ ഇല്ലേ, അതുപോലൊരു പോക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ ഒരു തോന്നൽ വൈകുന്നേരം എവിടേക്ക് ഫുഡ് അടിക്കാൻ പോയാലോ എന്ന്. അങ്ങനെ പോയി ജസ്റ്റ് ഡിന്നർ പോലെ അങ്ങനെ രാത്രി പോയി കഴിച്ചു വന്നു. അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഏച്ചിയും ഏട്ടൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചെറുതുകളുള്ളതുകൊണ്ട് കുറച്ച് വൈബായിരുന്നു പോക്ക്. അപ്പോൾ നമ്മൾ പോയത് നടുവണ്ണൂർ നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റിലാട്ടോ. അവിടെ ആണെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പോയി നല്ലൊരു ഇതാണെങ്കിൽ അങ്ങനെയുള്ളൊരു കമൻറ്റ് കേട്ടോ. നല്ലൊരു വൈബാട്ടോ അവിടെ പോയാൽ. അപ്പോൾ അവിടെ വെച്ചാൽ നോർമൽ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ് പോലെ അല്ലല്ലോ. ഫുള്ള് പുറത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ റോഡ് സൈഡ് ആണെങ്കിലും റോഡിൽ നിന്ന് വണ്ടി പോകുന്നതിൻ്റെയോ അങ്ങനെ ഒരു ശല്യമോ ഡിസ്റ്റർബൻസോ ഇല്ലാത്തൊരു രീതിക്കുള്ള ഇതാട്ടോ അവിടെ. ഇപ്പോൾ പുറത്താണെങ്കിൽ ഫുള്ള് ഫ്രൂട്ട് പ്ലാന്റുകളും അങ്ങനെയൊക്കെ വെച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് ഒരു ഭയങ്കര വൈബാട്ടോ. അപ്പോൾ ഒരു സൈലൻ്റായിട്ട് നമുക്ക് നല്ലോണം പോയിട്ട് ഫാമിലി ആയിട്ടും ഒക്കെ പോയിട്ട് കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ. നിലു ആണെങ്കിൽ ഫുള്ള് അവിടെ ഒരു പേഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു, അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഫുള്ള് പുറത്തുനിന്ന് കളിയായിരുന്നു. ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരാണെങ്കിൽ ഋതുവിന് പേടിയായിരുന്നു ഊഞ്ഞാൽ. ഋതു ആണെങ്കിൽ എന്ത് നിസ്സാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഊഞ്ഞാൽ നിറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. വരുമ്പോൾ അവനെ പിടിച്ചോണ്ട് വന്നതാ, എടുത്തോണ്ട് പോയി ഊഞ്ഞാൽ അവനെ ഇഷ്ടപ്പെട്ട പോലെ. ഞങ്ങള് ഉള്ളിലാട്ടോ ഇരുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ആദ്യം അവർക്ക് 2 പേർക്ക് ബിരിയാണി റൈസ് വാങ്ങിച്ചിട്ട് ആദ്യം അവർക്ക് കൊടുക്കാട്ടോ ചെയ്തത്. അവർ 2 പേരുള്ളതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം പോലും അറിഞ്ഞില്ല കേട്ടോ. ഫുള്ള് കളിയായിട്ട് അങ്ങനെ ടൈം പെട്ടെന്ന് പോയിട്ടോ. അപ്പോൾ അവർക്ക് ബിരിയാണി റൈസാട്ടോ കൊടുത്തത്. അവർ പൾസരിച്ച് കഴിക്കുമായിരുന്നു 2 ആളുള്ളതുകൊണ്ട്. അപ്പോൾ റൊട്ടി, പൊറോട്ട, ചിക്കൻ, കൂന്തൾ, ചിക്കൻ കറി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുള്ള് കാലിയാക്കിയിട്ടോ ഞങ്ങൾ. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ലോണം കഴിച്ചു. പിന്നെ അവിടുത്തെ ഡിഷുകളൊന്നും മോശമില്ലായിരുന്നു. ഇടയ്ക്കൊരു ഒരെണ്ണെങ്കിലും പാളിപ്പോകുന്നുള്ളതൊക്കെ പറയില്ല എപ്പോഴും നമ്മൾ പോകുമ്പോൾ, അങ്ങനെ പോലും ഒന്നും പാളിപ്പോയില്ല എന്നുള്ള കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് മിഡ് ലൈമും ജ്യൂസും ഒക്കെ കുടിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അവിടുന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും രാത്രി ഒരു ഇരുടായിരുന്നു. ഒരു 7 മണി 8 മണീൻ്റെ അടുത്തായിരുന്നു കേട്ടോ. നൈറ്റ് വൈബ് വേറെ തന്നെയാന്ന് പറയുന്ന പോലെ. ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും ഇരുടായി. രാത്രി ഫുള്ള് അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയപ്പോൾ കണ്ടുവച്ച പോലെ ഋതു ആണെങ്കിൽ ഊഞ്ഞാൽ നിറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവനെ എടുത്തോണ്ട് പോയതാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അത്രയുള്ളൂ. ബൈ ഡിയേഴ്സ്, താങ്ക് യു.